ദൈവ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വന്ദനായ റംബാച്ചൻ, സഹകാർമ്മികരായ വൈദിക ശ്രേഷ്ഠരെ, ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. Proverbs chapter 23 verse 7. വാക്യം ഇങ്ങനെയാണ്: As a man thinks, so is he. എങ്ങനെ മലയാളത്തിൽ പറയാം? ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവോ അവൻ അഥവാ അവൾ അപ്രകാരം ആയിരിക്കും. നാം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നാം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നത്. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളിൽ, അനുഭവങ്ങളിൽ ഒന്ന്, ആൻഡ് ദാറ്റ് ഈസ് ഹ്യൂമൻ മൈൻഡ്. മനുഷ്യൻ്റെ മനസ്സ് ചിന്തിക്കുവാൻ, തെരഞ്ഞെടുക്കുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ, യുക്തിസഹജമായി വിവേകബുദ്ധിയോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം സഹായിക്കുന്നു. അതുകൊണ്ട് ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞു, മാൻ ഈസ് എ റാഷണൽ ആനിമൽ എന്നുള്ള വാക്ക അദ്ദേഹം ഉപയോഗിച്ച് വിവേകബുദ്ധിയുള്ള മൃഗമെന്നോ ജീവിയെന്നോ മനുഷ്യനെ വിളിക്കാം. അപ്പോൾ മനുഷ്യൻ്റെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി കാട്ടുന്നത് മനുഷ്യൻ്റെ വിവേകബുദ്ധിയാണ്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് അടിവരയിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യൻ്റെ വിവേകമാണ്. ഉള്ളത് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും പത്രങ്ങൾ വായിക്കുവാനും വാർത്തകൾ അറിയുവാനും പേടിയാണോ ലജ്ജയാണോ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു സമ്മിശ്ര വികാരമാണ്. കാരണം മനുഷ്യൻ്റെ വിവേകശൂന്യമായ ചെയ്തികളും പ്രവൃത്തികളും മനുഷ്യത്വരഹിതമായ കർമ്മങ്ങളും അതെല്ലാം കൊണ്ട് പത്രത്താളുകൾ നിറയുകയാണ്. ദ എബിലിറ്റി ടു തിങ്ക്, ചിന്തിക്കാനുള്ള കഴിവാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ആ ചിന്ത പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാകണം. ഹൃദയത്തിലെ ചിന്തകളും നമ്മുടെ മനസ്സിൻ്റെ ചായ്വും താല്പര്യങ്ങളുമാണ് നമ്മെ നാം ആക്കുന്നത്. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ലബനീസ് അമേരിക്കൻ കവി കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നുണ്ട്, ബ്യൂട്ടി ഈസ് നോട്ട് ഇൻ ദ ഫേസ് ബട്ട് ഈസ് എ ലൈറ്റ് ഇൻ ദ ഹാർട്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തല്ല, ഇസ് എ ലൈറ്റ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിലെ വെളിച്ചമാണ് ഓരോ ജീവിതത്തെയും സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നത്, ശോഭയുള്ളതാക്കി തീർക്കുന്നത്. നമ്മുടെ മുഖകാന്തി, നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിൽ അർത്ഥമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്നുള്ളത് മുഖത്തല്ലിരിക്കുന്നത് ഉള്ളിലെ വെളിച്ചമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേറൊരാൾ പറയുന്നത് മനുഷ്യജാതിയുടെ മുഴുവൻ രക്ഷയുടെയും അടിസ്ഥാനമായിരിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയമാണ് എന്നുള്ളത്. മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന രൂപാന്തരം,
വ്യതിയാനം, പരിവർത്തനം, അതിനനുയോജ്യമായ ചിന്തകൾ നമ്മുടെ രക്ഷയ്ക്കും വളരെയേറെ സഹായിക്കുന്നുണ്ട്. അപ്പം ജീവിതത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നത്, ജീവിതത്തെ ദൈവികമോ അല്ലാത്തതോ ആക്കി തീർക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂപം കൊള്ളുന്ന, അല്ലെങ്കിൽ നാം രൂപം കൊടുത്ത് വളർത്തിയെടുക്കുന്ന ചിന്തകളാണ് നമ്മെ ദൈവികരോ അല്ലാത്തതോ ആക്കി തീർക്കുന്നത്. അതുകൊണ്ട് മനസ്സുകളിൽ രൂപം കൊള്ളുന്ന ചിന്തകൾക്ക് ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ താക്കോൽ ആണെന്നും പറയപ്പെടുന്നുണ്ട്. വാട്ട് വി തിങ്ക് ഗീവ്സ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ദാറ്റ് ലീഡ് ടു ആക്ഷൻസ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിനുള്ള കാഴ്ചപ്പാടുകൾ നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാഴ്ചപ്പാടുകളാണ് നമ്മെ ഏത് വിധത്തിലുള്ള കർമ്മങ്ങൾക്ക് ആണോ നാം ചിന്തിക്കുന്നത് അതിന് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, 4-ാം അധ്യായം 8-ാം വാക്യം, ഒടുവിൽ സഹോദരങ്ങളെ, സത്യമായത് ഒക്കെയും ഘനമായത് ഒക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായത് ഒക്കെയും രമ്യമായത് ഒക്കെയും സൽകീർത്തി ആയതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ എന്ന്. നമ്മുടെ മനസ്സിൽ നാം നിറയ്ക്കേണ്ട ചിന്തകൾ, പൗലോസിന്റെ അനുഭവത്തിൽ അദ്ദേഹം പറയുന്നു, സത്യമായത്, നീതിയായത്, ഘനമായത്, രമ്യമായത്, നിർമ്മലമായത്, സൽകീർത്തിയായത്, സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും നാം ചിന്തിച്ചുകൊള്ളുവീൻ എന്ന്. ഈ ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ നാം നിറയ്ക്കണം. കാരണം നാം എന്തായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്തകളാണ് അത് രൂപപ്പെടുത്തുന്നത് എന്ന്. അതുകൊണ്ട് വിശുദ്ധനായ മാബൂക്കിലെ മാർ ഫീലക്സീനോസിൻ്റെ പ്രാർത്ഥനയിലെ ഒരു ശകലം ഇപ്രകാരമാണ്: വിചാരത്തിൻ്റെ കൂരിരുട്ടിൽ നിന്നും ആലോചനയുടെ അരിഷ്ടതയിൽ നിന്നും എൻ്റെ മനസ്സിനെ കാക്കണമേ. വിചാരത്തിൻ്റെ കൂരിരുട്ടുകൾ, അന്ധകാര തുല്യമായ, ദൈവത്തിനും വെളിച്ചത്തിനും നിരക്കാത്തതായ ചിന്തകളിൽ നിന്ന്, ആലോചനകളുടെ അരിഷ്ടതയിൽ നിന്ന്, അരിഷ്ടമായ, ദുർബലമായ, ദൈവഹിതമല്ലാത്ത ആലോചനകളിൽ നിന്നും എൻ്റെ മനസ്സിനെ കാത്തുകൊള്ളണമേ എന്ന് മാബൂക്കിലെ വിശുദ്ധനായ മാർ ഫീലക്സീനോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആസ് എ മാൻ തിങ്സ് സോ ഈസ് ഹി. ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു, എന്ത് താലോലിക്കുന്നു, മനസ്സിൽ എന്ത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നാം ഓരോരുത്തരും എന്തായിരിക്കുന്നു എന്നുള്ളത്, ആ തീരുമാനവും ആ അനുഭവവും ഉണ്ടാകുന്നത്. മനസ്സിൽ ദൈവികമായിട്ടുള്ള, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നല്ലതായിട്ടുള്ളതും നിർമ്മലമായിട്ടുള്ളതും ദൈവികമായിട്ടുള്ളതും ദൈവപ്രസാദകരമായിട്ടുള്ളതുമായ നല്ല ചിന്തകളെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് അതിന് ആനുപാതികമായ ഒരനുഗ്രഹീത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് എളിയവനായ എനിക്കും വാത്സല്യമുള്ളവരെ നിങ്ങൾക്കും സംഗതിയാക്കട്ടെ.